ഹലോ അസ്സാം വലൈക്കും. ഇന്ന് കുക്കിംഗ് ഒന്നല്ല കേട്ടോ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് കിച്ചണിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ടിപ്സും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടോ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ്, ഞാൻ കറിവേപ്പിൻ്റെ ഇല എങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാമെന്നാണ് ഞാൻ പറയണത്. അപ്പോൾ നമ്മളിവിടെ പുറത്തുനിന്ന് കറിവേപ്പിൻ്റെ ഇല വാങ്ങലാണ്. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ കറിവേപ്പിൻ്റെ ഇല ഇല്ലാത്ത വീടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ടിപ്പ് വളരെ ഉപകാരപ്പെടും. അപ്പം കറിവേപ്പിൻ്റെ ഇല ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ഒരു കൊമ്പൊക്കെ പിടിച്ചിട്ട് അതൊരു കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് അത് ഇങ്ങനെ ഈ കൊമ്പ് കൊടുക്കാൻ ഇട്ട് വെച്ചാലും നല്ല കുറച്ച് ഒരാഴ്ച വരെ നിന്ന് പോകും. ആ വെള്ളം ഇടയ്ക്കൊന്നും മാറ്റി കൊടുത്താൽ മതി. നല്ല ഫ്രഷ് കറിവേപ്പിൻ്റെ ഇല നമ്മൾ അകത്തുനിന്ന് തന്നെ പറിച്ചെടുക്കുക. ഇത് ഞാൻ ഫ്രിഡ്ജിൽ എങ്ങനെ സ്റ്റോർ ചെയ്യാന്നാണ് പറയണത്. അപ്പോൾ അത് കൊമ്പുന്നൊക്കെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ എടുത്തിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഇപ്പോൾ കഴുകണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് കഴുകിയെടുത്താലും മതി. അപ്പോൾ ഞാൻ ഒന്നിച്ച് ഒക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു കോട്ടൺ തുണിയോ നല്ലൊരു തുണിയിൽ ഇത് എല്ലാം ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി ഡ്രൈ ആവുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. ഞാൻ ഫാനിൻ്റെ ചോട്ടിലാണ് ഇത് വെച്ചത്. വെയിലത്തൊന്നും കൊണ്ടുപോയി വെക്കണ്ട, അപ്പോൾ അത് വാടിപ്പോവും. അപ്പോൾ നന്നായി ഡ്രൈ ആയിട്ട് വേണം ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ, അല്ലെങ്കിൽ അത് നാശമായി പോവും. അപ്പോൾ അത് ഞാൻ ഫാനിൻ്റെ ഒക്കെ ചോട്ടിൽ വെച്ചിട്ട് നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ അടിയിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഈ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് അധികം ഉണ്ടെങ്കിൽ ഇത് 2 പാർട്ടാക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക. ഇതൊരു 3 ആഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ടിഷ്യൂ പേപ്പർ ഇടയ്ക്കൊന്ന് അത് നനയുമ്പോൾ ഇടയ്ക്കൊന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി. ഇനി രണ്ടാമത്തെ ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ കടയിൽ നിന്നൊക്കെ നാരങ്ങ വാങ്ങുമ്പോൾ അത് നേരെ ഒന്നെങ്കിൽ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും, അല്ലെങ്കിൽ ആ ബാസ്ക്കറ്റിൽ ഇട്ട് വെക്കും. ആ ഒരു ആഴ്ച ആകുമ്പോഴത്തേന് അത് ഉണങ്ങി ചുണുങ്ങി പോവും. ഇതേ രീതിയിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. നാരങ്ങ നന്നായി കഴുകിയിട്ട് അത് നന്നായി തുടച്ചിട്ട് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലോ കുപ്പിയിലോ ഇതേ രീതിയിൽ ഇട്ട് വെച്ചാൽ നല്ല അടിപൊളിയാവും. അപ്പം ഞാൻ ഈ നാരങ്ങ കഴുകി എടുക്കുന്നത്, നാരങ്ങ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആ തോട് ഞാൻ ഉപ്പിലിട്ട് വെക്കലുണ്ട്. എന്നിട്ട് നന്നായി ആയിട്ട് ഞാൻ അച്ചാറിടും. അപ്പോൾ അത് അങ്ങനെ ഉപ്പിലിട്ട് വെച്ച ആയതാണിത്. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് നാരങ്ങ അച്ചാർ ഇടാനുള്ളതാണ്. അപ്പോൾ മൂന്നാമത്തെ ടിപ്പ് പറയാം. കടയിൽ നിന്ന് പച്ചമുളകൊക്കെ വാങ്ങിയാൽ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് ഈ പച്ചമുളകിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് സ്റ്റോർ ചെയ്താൽ കുറേ നിൽക്കും. അപ്പോൾ അത് കഴുകിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കഴുകി തുടച്ച് ഡ്രൈ ആയിട്ട് മാത്രം ഇത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അല്ലാതെ ഉപയോഗിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എടുക്കുന്ന സമയത്ത് നന്നായി കഴുകി ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനി ഞാൻ ഇതിൻ്റെ മേലും ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു ടിപ്പാണ്. ഇനി നാലാമത്തെ ടിപ്പ് പറയാം. ഫ്രിഡ്ജിൽ തക്കാളി സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ ഞെട്ടി ഭാഗം താഴെ ഭാഗത്തേക്ക് ആക്കി വെച്ചാൽ നമുക്ക് 2-3 ആഴ്ച വരെ അത് ഉപയോഗിക്കാം. അപ്പോൾ ബോക്സിലാണെങ്കിലും അതോ സെപ്പറേറ്റ് പാത്രത്തിലാണെങ്കിലും ഇതേ രീതിയിൽ കമിഴ്ത്തി വെച്ചാൽ നമുക്ക് കുറേ ഉപയോഗിക്കാം. ഇനി അഞ്ചാമത്തെ ടിപ്പ് പറയാം. പാത്രത്തിലോ കുപ്പിയിലോ ക്യാരറ്റ് ഇട്ടിട്ട് ആ ക്യാരറ്റ് മുങ്ങി നിൽക്കാൻ രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഇനി ആറാമത്തെ ടിപ്പ് പറയാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വുഡിൻ്റെ കട്ടിംഗ് ബോർഡ്, ചട്ടകം, കൈല് ഇവയൊക്കെ നല്ല ഒരു വൃത്തിയിൽ നല്ല ഭംഗിയോടെ കിച്ചണിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു തുണിയിൽ കുറച്ച് എണ്ണയോ ഓയിലോ ഒക്കെ ആക്കിയിട്ട് അതിൽ തേച്ച് പിടിപ്പിച്ചാൽ അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിക്കാരം. അപ്പോൾ അത് തേക്കുമ്പോൾ വെള്ളം ഒട്ടും പാടില്ല, നന്നായി ഡ്രൈ ആയിട്ട് വേണം നമ്മളത് തേച്ച് വെക്കാൻ. വുഡിൻ്റെ എല്ലാ ഐറ്റംസും തന്നെ ഇതേ രീതിയിൽ ചെയ്താൽ നല്ലൊരു ഭംഗിയാണ്. ഇനി ഏഴാമത്തെ ടിപ്പ് പറയാം. ഗ്യാസ് വെട്ടിത്തിളങ്ങാൻ ഗോൾഗേറ്റ് വെച്ച് നമുക്ക് ഇടയ്ക്കൊന്ന് വൃത്തിയാക്കുക. അപ്പോൾ നമ്മുടെ പല്ല് മാത്രമല്ല ഗോൾഗേറ്റ് വെച്ച് വൃത്തിയാവുക, ഗ്യാസും വൃത്തിയാവും. അതിന്ന് കുറച്ച് നമ്മുടെ ഗ്യാസിൽ തേച്ചിട്ട് എന്തെങ്കിലും നമ്മൾ പാത്രം കഴിക്കാൻ ഉപയോഗിക്കുന്ന ലിക്വിഡോ കൂട്ടിയിട്ട് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്താൽ നന്നായി വെട്ടിത്തിളങ്ങും നമ്മളെ ഗ്യാസ്. അതിൻ്റെ ആ ബർണറും ഒക്കെ നന്നായി ക്ലീൻ ചെയ്താൽ നല്ല വെട്ടിത്തിളങ്ങും, നമ്മളെ പല്ല് പോലെ വെട്ടിത്തിളങ്ങും നമ്മുടെ ഗ്യാസ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഗോൾഗേറ്റ് വെച്ച് നമ്മുടെ ഗ്യാസ് ഒന്ന് ക്ലീൻ ആക്കിയാൽ നമ്മുടെ ഗ്യാസ് നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ടിരിക്കും എപ്പോഴും. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ കഴുകിയതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് 8ാമത്തെ ടിപ്പ് നോക്കാം. ഒട്ടുമിക്ക സ്ത്രീകൾക്കുള്ള ഒരു പരാതിയാണ് നമ്മുടെ പത്തിരിയോ ചപ്പാത്തിയൊക്കെ പ്രസ് ചെയ്യുമ്പോൾ അധികം പരക്കണില്ല എന്നൊക്കെയുള്ള ഒരു പരാതി. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്.
വീട്ടിൽ കൊണ്ടുവരുന്ന 10 കിലോൻ്റെ പഞ്ചസാര അതോ അല്ലെങ്കിൽ അരിൻ്റെയൊക്കെ കവർ ഉണ്ടാവില്ല അതേ രീതിയിലുള്ള ആ വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ആ കവർ വെച്ചിട്ട് ആദ്യം ഇതൊന്ന് വലിപ്പം ബാക്കിലേക്ക് കെട്ടാൻ വലിപ്പം ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അതിൻ്റെ അടിഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അടിഭാഗം കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ 2 സൈഡും കട്ട് ചെയ്തെടുക്കുക. അത് സെപ്പറേറ്റ് ആക്കി ഒന്ന് മുകൾ ഭാഗത്തേക്കും ഒന്ന് താഴെ ഭാഗത്തേക്കും ആക്കി 2 എണ്ണം സെപ്പറേറ്റ് ആക്കി എടുക്കുക. അങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് ഒന്ന് നമുക്ക് മുകളിലും കെട്ടിക്കൊടുക്കുക, ഒന്ന് താഴെയും കെട്ടിക്കൊടുക്കുക. ഇതേ രീതിയിൽ കെട്ടിക്കൊടുത്താൽ പത്തിരി പ്രസ് കാണാൻ ഭംഗിക്കുറവും ഉണ്ടാവില്ല. നമ്മുടെ പത്തിരിയും ചപ്പാത്തിയൊക്കെ നന്നായി പരത്തി പ്രസ് ചെയ്യാനും നമുക്ക് പറ്റും കേട്ടോ. ഇനി 9ാമത്തെ ടിപ്പ് പറയാം. ചപ്പാത്തിൻ്റെ മാവ് കുഴച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ റാപ്പ് ചെയ്തിട്ട് ആ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി. പിറ്റേന്ന് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.